എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 5:30ക്ക് എല്ലാ ദിവസവും പോണതാണേ. അപ്പോൾ പോയിട്ട് വന്നിട്ട് പിന്നെ ആദ്യം ഒരു ചക്കര കാപ്പി ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ജോലികൾ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ കുളിക്കാൻ കയറിയിട്ടില്ലായിരുന്നു. ഇന്ന് കുളി പിന്നീട് ആക്കാമെന്ന് വിചാരിച്ച്, മോനെ വിട്ട് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച കാര്യം, മോൻ ഇന്ന് കുറച്ച് നേരത്തെ പോകണം, 7 മണിക്കെങ്കിലും ഇന്ന് ഇറങ്ങണം. അപ്പോൾ പെട്ടെന്നെല്ലാം ആകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് പെട്ടെന്നെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് ഞാൻ കുക്കറിൽ പരിപ്പ് ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് വറതാളിച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടേ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് എരിവും കൂടെ ആവുമല്ലോ. വെള്ളക്കറി വെച്ചാൽ ശരിയാകത്തില്ല, ഒരു എരിവ് വേണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത്. പിന്നെ മുട്ട വറുക്കണം. പിന്നെ പുട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണേ. അപ്പോൾ എന്നെ സഹായിക്കാൻ ഇവിടെ അനുവും കൂടെ അടുക്കളയിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അരി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ സമയം കഴിഞ്ഞാലേ 7 മണിക്ക് ഇപ്പോൾ തിരുവഴ കവലയിലെ കാർ വരുള്ളൂ. അപ്പോൾ അവിടെ വരെ സ്കൂട്ടിയെ പോയിട്ടാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം ചായ ഇട്ടിട്ട് അത് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് പാല് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് പിന്നെ ഒരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തേയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചായയൊക്കെ എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിനുള്ള വെള്ളവും കൂടെ അങ്ങോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം പെട്ടെന്നാവും. 3 അടുപ്പുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വറ പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഉള്ളി എല്ലാം ഇട്ട് മുളക് പൊടി ഇട്ടത് അതിലേക്ക് ക്യാമറ ഓഫായി പോയായിരുന്നേ. പിന്നെ ഞാനത് പരിപ്പിടുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ നോക്കാറുണ്ട് കേട്ടോ, ക്യാമറ ഓണാണോ. ചില സമയത്ത് ഓഫായിട്ടിരിക്കും. വീഡിയോ എല്ലാം എടുത്തു കഴിയുമ്പോൾ നോക്കുമ്പോൾ എന്നാ എടുത്തൊന്നും ഇല്ല. കാര്യം വെച്ചെന്നാൽ ഞാൻ വീഡിയോ ഓണാക്കി ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് തനിയെ അത് ഓഫായി പോകുമ്പോൾ എനിക്ക് ആ വീഡിയോ കിട്ടത്തില്ല. പിന്നെ ഭയങ്കര നിരാശയായിരിക്കും. ദൈവമേ, ഞാൻ എന്ത് നല്ല കണ്ടൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്കത് വീഡിയോ കിട്ടിയില്ലല്ലോ എന്നുള്ള പരിഭവമായിരിക്കും. ഇതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഡിയോ തന്നെ മിസ്സായി പോയതാണ്. അതിൻ്റെ നിരാശ വേറെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കി. അനു ഇവിടെ ചായക്ക് തേയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ അത് പെട്ടെന്നൊക്കെ ചെയ്യണേ. പരിപ്പ് കറി മോന് വലിയ ഇഷ്ടമാണ്. നമ്മൾ മുളക് കുത്തിക്കാച്ചിയൊക്കെ എടുക്കുകയല്ലേ പരിപ്പ്. മറ്റേ വെള്ളക്കറി വെക്കുന്നത് ഇഷ്ടമാണ്, എന്നാലും കൂടുതലും ഇതാണ് ഇഷ്ടം. അപ്പോൾ ചോറ് ഞാൻ കലത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ. ഇന്നലത്തെ ചോറ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് അടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് അരി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെക്കുന്നതാണ് മോന് കൊടുത്തു വിടുന്നത്. അത് നമുക്കാണെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ പുട്ടിനുള്ളത് ഞാൻ പൊടികളെല്ലാം വാരി കുറ്റിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കൊടുത്തു വിടാനും വേണ്ടി പപ്പടവും കൂടെ വറുത്തെടുക്കുകയാണ്. ഇനി മുട്ടയും കൂടെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏത്തപ്പഴം വേവിച്ചെടുത്തിരിക്കുകയാണ്. മോന് വായി പൊട്ടുന്ന കാരണം ഏത്തപ്പഴം കഴിക്കത്തില്ല. അപ്പം ഒന്നെങ്കിൽ പരിപ്പ് കറി കൂട്ടിയും പപ്പടവും കൂട്ടിയിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാത്രത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. കറികളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ചാറുകറി ഉണ്ട്. അപ്പോൾ അത് ആ ടിന്നിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെല്ലാം ആക്കി പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടാണ് പിന്നെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ജോലിയൊക്കെ കഴിഞ്ഞെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. പിന്നെ സമയത്ത് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് അതൊരു ഡിലേ വരല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ ചെയ്തിട്ട് അവന് ചായ കുടിക്കാൻ നിന്നത്. അപ്പോൾ മോൻ പോകാനായിട്ട് റെഡിയായി പുറത്തിറങ്ങി. അങ്ങനെ മോനും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗേറ്റും പൂട്ടി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചാമ്പയുടെ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. കാര്യം വെച്ചെന്നാലേ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് തീർന്നിട്ട് ഗ്യാസും കൊണ്ട് ആ ചേട്ടനകത്ത് വന്ന് ഗ്യാസ് വെച്ച് തന്നിട്ട് പുറത്തേക്ക് പോകുന്നു. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാമ്പയുടെ കായ്ച്ചതൊക്കെ തീർന്നു കേട്ടോ. ആദ്യം ഇപ്പോൾ രണ്ടാമത്തതേ പൂത്ത് ചെറിയ കായൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കായായി വരണം. ചെറിയ കായാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു കഷ്ണം ചക്ക തന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അത് പിന്നെ നമ്മൾ അടവയ്ക്കാനൊന്നും എടുത്തില്ല. അങ്ങനെ ചക്കയായിട്ട് തന്നെ കഴിച്ച്. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ കൊഴുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊഴുവ അത് കടൽ മത്സ്യം ആയതുകൊണ്ട് നമുക്ക് ചേട്ടായി കൊടുക്കാൻ പറ്റത്തില്ല. കായലിലെ മീൻ സിലോപ്പിയും കൂടെ വെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് വെട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടെ ക്ലീനാക്കി എടുത്താൽ മതി. പിന്നെ ക്യാബേജും കൂടെ തോരൻ വയ്ക്കാൻ വേണം. ഉച്ചയ്ക്കുള്ള കറികൾ അതുമായിരുന്നു കേട്ടോ. അപ്പോൾ കടൽ മത്സ്യം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം ചേട്ടായിക്ക് അതിപ്പം പഥ്യമുള്ളതുകൊണ്ട് കടൽ മീനുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സിലോപ്പിയൊക്കെ സാധാരണ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഞാൻ പോയിട്ട് ഒരു 4 മാങ്ങ എടുത്തിട്ട് നമ്മുടെ ആ മുളകച്ചാറില്ലേ, മധുരമൊക്കെ ചേർത്തിട്ടുള്ള മുളകും പുളി വെക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാനൊക്കെ വേറെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട്
എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനൊക്കെ. കറികളൊന്നും ഇല്ലെങ്കിൽ അത് മതിയാവും നമുക്ക്. അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ ആകുമ്പോഴല്ലേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദേ കറി അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ സിലോപ്പി എന്ന് വെച്ചാൽ അത് ക്ലീൻ ആക്കി എടുത്തിട്ട് മുളക് കറിയാണ്. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് വെച്ചതാണ്. അധികം എരിവൊന്നുമില്ല, നിറം കാണുന്നതേ ഉള്ളൂ. ക്യാബേജും കൂടെ തോരൻ ചിക്കി എടുത്ത് വെച്ചിട്ട് തോരനും കൂടെ ആക്കി വെച്ചിട്ട് പിന്നെ ടെറസിൽ പോയി. കുറച്ച് ഗോതമ്പ് കഴുകി വെള്ളം തോർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചിക്കി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉണക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ തൊട്ട് വടക്കേത് മില്ലാണ്. അപ്പോൾ മില്ലിൽ കൊടുത്ത് ഒന്ന് പൊടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടാണ് കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ റൊട്ടി ഉണ്ടാക്കും വൈകുന്നേരങ്ങളിൽ. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി ഇരുന്നാൽ നമുക്ക് അതൊരു ബലമല്ലേ. കാര്യം പൊടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. റൊട്ടിയോ ദോശയോ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പല്ലേ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് തന്നെ കഴുകി ഉണക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികളെക്കാളും ഒക്കെ നല്ലത് നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടിയിട്ട് ടെറസേ വന്ന് ആദ്യം ഒന്ന് ചിക്കാൻ വന്നു കേട്ടോ. എനിക്ക് തല പൊട്ടിപ്പോണ പോലെ തോന്നുന്നു, അത്രയ്ക്കും നല്ല വെയിലാണ് ടെറസേലെ. ഞാൻ പിന്നെ പോയിട്ടൊരു ടർക്കി എടുത്ത് തലയിലിട്ടിട്ട് പിന്നെ ഒന്ന് ചിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ തലവേദനയായിട്ട് കിടപ്പാവും. അത് ഒരു കാര്യം വേറെ. എനിക്ക് മാത്രമല്ല, മിക്കവർക്കും ഉണ്ടല്ലോ ഇതുപോലെ. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ തലവേദനയായിരിക്കും. പുറത്തിറങ്ങുമ്പോഴും ഇതുപോലെ നമ്മൾ തുണികളൊക്കെ ടെറസേ വിരിക്കുമ്പോഴും ഒക്കെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തിരുവിഴ അമ്പലത്തിൽ നിന്ന് പറ വന്നിട്ട് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നല്ല, അത് ഓരോരോ വീടുകളിൽ ഇങ്ങനെ പറ എടുത്ത് പോവുകയാണ്. അങ്ങനെ അവർ പോയപ്പോഴത്തുള്ളൊരു വീഡിയോയാണ്. അവിടെ അടുത്ത ആഴ്ച എങ്ങാണ്ട് ഉത്സവമാണ്. അപ്പോൾ പറ എടുത്തു കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെ വൈകിട്ട് മോൻ വന്നു കഴിഞ്ഞിട്ട്, മോൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊന്ന് പടിഞ്ഞാറ് നമ്മുടെ വീടിനടുത്തെ എനിക്ക് കുടുംബശ്രീയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അവിടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മോൻ്റെ കൂടെ പോവുകയാണേ. പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിലവിളക്ക് തേക്കാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പോയില്ലേ, അപ്പോൾ അവിടുന്ന് നിലവിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഇതൊരു പൊടിയാണ്. അവിടെ സ്റ്റാഫ് തന്നെ എനിക്ക് എടുത്തു തന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞ് ഇത് കൊണ്ടുപോയി തേച്ച് നോക്ക്, വിളക്ക് നന്നായിട്ട് വെളുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ അത്യാവശ്യം നമ്മൾ ഈ വാളംപുളിയിട്ട് തേക്കണേക്കാൾ ഞാൻ വാളംപുളിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വിളക്ക് നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ഈ പൊടി തന്നെ യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് വിളക്ക് വയ്ക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തിറങ്ങി നിന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ടാക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴേ അവിടെ ഒരു മണിയുടെ സിമ്പൽ കാണുന്നില്ലേ, അതും കൂടെ അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞെന്നാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.